നമ്മൾ ഇന്നിവിടെ ഒരു പിലോപ്പി കറിയാണ് റെഡിയാക്കാൻ പോകുന്നത്. അതിനായിട്ട് പിലോപ്പി നന്നായി ക്ലീൻ ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ പുളിക്ക് പകരമായി മാങ്ങയാണ് ചേർക്കുന്നത്. മാങ്ങ ചേർത്തുള്ള പിലോപ്പി കറിയാണ് നമ്മൾ റെഡിയാക്കുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കറി റെഡിയാക്കാൻ തുടങ്ങാം. അതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചത്, ഇഞ്ചി, പച്ചമുളക്, വേപ്പില. ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായി വാട്ടിയെടുക്കുക. നന്നായി വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായ പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നല്ല എരിവുള്ളതാണ്. അപ്പോൾ ഒരു 1.5 സ്പൂണ് മുളക് പൊടിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, അത് കറിയുടെ ഇതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കുക. മാങ്ങ ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം വെള്ളം ആവശ്യമെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇവിടെ ചാറ് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ഇതുപോലെ ആക്കിയതിന് ശേഷം ഒന്നും കൂടി അടച്ച് വെച്ച് റെഡിയാക്കാം. ഇപ്പോൾ കറിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പിലോപ്പി കറിയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. മാങ്ങയിട്ട മീൻകറി നല്ല ടേസ്റ്റായിരിക്കുള്ളൂ.